പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ വഴി നടത്തുന്ന എല്ലാ വിധങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൂർണ്ണ സമർപ്പണത്തോടെ നാം അവൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നാം വിചാരിക്കുന്നതിലപ്പുറമായി അവൻ ഏറ്റെടുത്ത് നടത്തും. അതെല്ലാം നമുക്ക് ജയത്തിൻ്റെ സ്വീകാരം മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. പ്രൈസ് ഗോഡ്. നമുക്കൊക്കെ നമ്മുടെ ആ യൗവനപ്രായത്തിൽ ചില പ്രതീക്ഷകളുണ്ട്, അല്ലേ? ചിലർക്ക് ദൈവവേല ചെയ്യണമെന്നായിരുന്നു, ദൈവത്തിൻ്റെ ഒരു സെർവൻ്റ് ആയിരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വലിയ ഹൈ പ്രൊഫഷനായിട്ടൊന്നും മറ്റുള്ളവർ ചിന്തിച്ചില്ലെങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ ക്രിസ്ത്യൻ ഉള്ള ഒരു പേരിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ നമ്മൾക്ക് വേറൊരു ടൈറ്റിലും കൂടെ അതിൻ്റെ കൂടെ വേണം. അതെന്താണെന്നറിയാമോ? ദ സെർവൻറ്റ്, കർത്താവിൻ്റെ ദാസി. കർത്താവിൻ്റെ ദാസി. യേശു കർത്താവ് പോലും തന്നെ ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ടാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 3:13 ഇങ്ങനെ പറയുന്നു: അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാർ അവരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. ദാസനായ യേശു ക്രിസ്തു എന്ന് പറയുന്ന പൗലോസ്, യാക്കോബ്, പത്രോസ്, യൂദ, അവരൊക്കെ തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എ സെർവൻ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവമക്കളെ, നമ്മളും സെർവൻസ് അല്ലേ? വി ടു ആർ സെർവൻസ്. പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ നാം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സെർവൻറ്റിൻ്റെ, ഒരു ദാസിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ സ്വായത്തമാക്കുക, ഇൻഹെറിറ്റ് ചെയ്യുക, ക്രിസ്തുവിൻ്റെ സ്വഭാവം. എന്നിട്ട് നാം അവന് വേണ്ടി ജീവിക്കുക. അവൻ്റെ മുമ്പിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക, കൂടാതെ അവനെ അനുസരിച്ചും കൊണ്ടും ജീവിക്കുക. The Bible also uses the word slave to describe who we are in Christ. ദാസി എന്ന് മാത്രമല്ല, അടിമ എന്നും കൂടെയുള്ള വാക്ക്. പക്ഷേ ഒത്തിരി പേരും ആഗ്രഹിക്കാത്തൊരു വാക്ക് അത് അടിമ എന്നുള്ള. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് തോന്നും അതിന് നെഗറ്റീവ് അസോസിയേഷൻസ് മാത്രമേ ഉള്ളെന്ന്. പക്ഷേ നമ്മൾ യേശു കർത്താവിൻ്റെ ഒരു അടിമയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ വളരെ കംപ്ലീറ്റ് ഡിഫറൻ്റായിട്ടുള്ള ഒരു അവസ്ഥയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. 1 Corinthians chapter 7 verse 22 ഇങ്ങനെ പറയുന്നു: ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രൻ ആകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. He who was free when called is a slave of Christ. ദൈവമക്കളെ, നമ്മൾക്ക് മറ്റുള്ള സ്ലേവറിയിൽ നിന്നൊരു വ്യത്യാസം കർത്താവിൻ്റെ സ്ലേവിന് ഉള്ളതെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ അടിമ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിനും ഹിതത്തിനും സമർപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയായിരിക്കും. ക്രൈസ്റ്റ് സ്ലേവ്. അത് വലിയൊരു വിഷയം തന്നെ. നമ്മുടെ സ്നേഹത്തിൽ നിന്നും നന്ദിയിൽ നിന്നും
നാം അവനെ നല്ല മനസ്സോടെ, സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ നാം അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. അത് ഭയപ്പെടാനുള്ള തരം സ്ലേവറി അല്ല, അതിലൊരു പ്രിവിലേജായിട്ട് കാണണം. അപ്പോൾ നമുക്കതിനകത്തും സന്തോഷിപ്പാനുള്ളത് കാണും. ആസ് യു പ്രേ ആസ്ക് ഗോഡ് ടു ഹെൽപ്പ് യു ഗ്ലാഡ്ലി ബെയർ ദ നെയിം സെർവൻ്റ് ഓഫ് ഗോഡ്. ഞാനതിനെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ നീതിയുടെ ദാസന്മാരായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. ബോബ് ഡൈലാൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, യു ഗോട്ട് ആ സർവ് സംബഡി, ഇറ്റ് മേ ബി ദ ഡെവിൾ or it may be the Lord, but you have to serve somebody. ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് അത്. അതായത് 2 പേർക്ക് ദാസനായിട്ടിരിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. ഒന്നുകിൽ ദൈവത്തിൻ്റെ ദാസൻ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ദാസൻ. പാപത്തിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അത് ആരുടെ ദാസനാണ്? പിശാചിൻ്റെ ദാസനാണ്. റോമലേഖനം 6-ാം അധ്യായം നമുക്കത് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നാം യേശു ക്രിസ്തുവിൽ നാം സ്നാനമെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പഴയതിനെയെല്ലാം നമ്മൾ മരിപ്പിച്ചു. അതായത് പിന്നീട് നാം നടക്കുന്നത് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതുകൊണ്ട് ഇനി ഒരു കാലത്ത് ഞാൻ പാപത്തിന് അടിമപ്പെടുന്ന വ്യക്തിയായിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അടിമത്തം, സ്ലേവറി എന്ന് പറയുന്നത് പല ഫോമിൽ കടന്നു വരും. പൗലോസ് പറയുന്നത് പോലെ നീതിക്കടിമയായിട്ട് നാം നമ്മയൊക്കെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിക്ക് അടിമകൾ, നമ്മൾ ഒന്നുകൂടെ അവനോട് അടുത്ത് വരുമ്പോൾ, അവനെ ഒന്നുകൂടെ ആഴത്തിൽ തിരിച്ചറിയുമ്പോൾ നമുക്കവനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ അവനെപ്പോലെ ആകാൻ കൂടുതൽ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്ലേവ്സ്, പ്രൈസ് ഗോഡ്, ആ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. പ്രൈസ് ഗോഡ്. നാം ഏതിനെ അനുസരിക്കുന്നോ, ഏതിനെ അടിമപ്പെട്ടിരിക്കുന്നോ അതിനെ നമ്മൾ അനുസരിക്കും. അങ്ങനെയാണ് നമ്മൾ, അല്ലേ? എന്നാൽ റോമാലേഖനം 6:16 നോക്കിക്കേ, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പൊരുതുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. 2 വള്ളിയിൽ 2 ബോട്ടിൽ കാല് വെച്ചുകൊണ്ടുള്ള ഒരു നിൽപ്പ് ഒരു ദൈവവിശ്വാസിക്ക് ചേർന്നതല്ല. യേശു കർത്താവിൽ നമുക്കൊരു ജീവിതമുണ്ട്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചവനാണ്. നീതിക്ക് ദാസന്മാരായി നമ്മെ തീർത്തവനാണ്. ഇതെല്ലാം എന്തിനാ? അവസാനം നമുക്കൊരു നിത്യജീവനുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിർജീവനും ആകുന്നു. പിടിച്ചു നിന്നാൽ, വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിൻ്റെ ഓഹരിക്ക് നാം അംശക്കാരാകും. ഞാൻ പറയട്ടെ, സുവിശേഷത്തിൻ്റെ കണ്ണിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ സ്ലേവറി, അടിമത്തം, അതുമാത്രമേ ഉള്ളൂ ജീവിതത്തെ അതിൻ്റെ ഫുള്ളസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം പറയണം, കർത്താവേ, ഞങ്ങൾ ഒരിക്കലും അടിമത്തത്തിൻ്റെ ദാസന്മാരല്ലേ, പാപത്തിൻ്റെ ദാസന്മാരല്ലേ എന്ന് പറഞ്ഞ്
നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ട് കഴിയും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ നിലവുകളെയും നിരൂപണങ്ങളെയും ഒക്കെ കാക്കും. കണ്ണടയ്ക്കാൻ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയറവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നടത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിപ്പാൻ കർത്താവെ, ദൈവമെന്നോർത്ത് കർത്താവെ, ഞങ്ങളുടെ ദൈവദാസന്മാരെ സ്നേഹിപ്പാൻ ഒക്കെ നീ ഞങ്ങളെ സഹായിക്കണമേ. നന്മയുടെ ഉറവിടമായിട്ട് നീ ഞങ്ങളിൽ വസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.